ചേച്ചി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ദിലീപ്, കാവ്യ और വിജയ് തൃഷ്യ അവിഹിതം തമിഴിൽ പറഞ്ഞാലും മലയാളത്തിൽ പറഞ്ഞാലും അവിഹിതമാണ്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഒരു ഡീസൻസി ആയി തോന്നുന്നത് വിജയ് തൃഷ്യയുടെ ആണ് കാവ്യ ദിലീപിനെ വെച്ചിട്ട്. അതെന്താ? കാരണം ഈ കാവ്യ മഞ്ജു ബന്ധം വേർപ്പെടുന്നതിന് മുമ്പ് വരെ ഈ മഞ്ജുവാരുടെ ഏതെങ്കിലും ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ന്യൂസിലോ എവിടെയെങ്കിലും നമ്മൾ മഞ്ജുവിനെ മോൻ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. കാരണം അവരെ ബന്ധം വേർപ്പെടുത്തി കാവ്യ അവരുടെ ജീവിതത്തിലോട്ട് വന്നതിന് ശേഷം ദിലീപ് എവിടെയൊക്കെ പോകുന്നോ അവരെല്ലാം പുറകെ ഈ കാവ്യ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ദിലീപിന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഫംഗ്ഷൻ പോലും കാവ്യ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ നമ്മൾ കേട്ടിട്ടുള്ള ഈ ഗൂഢാലോചന കഥകളോ എന്തൊക്കെയോ കഥകളും ഏറെക്കുറെ സത്യമാണെന്ന് നമുക്ക് അരിയാഹാരം നിന്നവർക്ക് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു ഇതായിരുന്നു. അതുപോലെ തന്നെ കാവ്യക്ക് ഓൾറെഡി കല്യാണം കഴിഞ്ഞ ഒരു ലൈഫുണ്ട്. അവിടെ നിന്ന് അത് നശിപ്പിച്ച് ഇവിടെ വന്ന് പിന്നെ ആ ഒരു അവിഹിതം വെളുപ്പിക്കാൻ വേണ്ടി ആരൊക്കെയോ ലൈഫ് അവർ കുട്ടിച്ചോറാക്കിയ ഒരു ഇതായിരുന്നു. പക്ഷേ നമ്മുടെ വിജയ് തൃഷയുടെ കാര്യം വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു അവിഹിതം ഉണ്ടെന്ന് പറഞ്ഞു. ഓൺ ദ വെരി നെക്സ്റ്റ് ഡേ അണ്ണൻ തൃശ്ശേനെയും കൂട്ടിയിട്ട് ഒരു പ്രോഗ്രാമിന് വന്നു, അല്ലേ, ഒരു കല്യാണത്തിന് വന്നു. അതായത് പുള്ളിക്കാരൻ ഉണ്ടെന്ന് പറഞ്ഞു, അല്ലാണ്ട് വെളുപ്പിക്കാനോ വെള്ള പൂശാനോ ഒന്നും നിന്നില്ല. എൻ്റെ കുട്ടിക്കാലത്തെ ഫ്രണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് എനിക്ക് വേണ്ടി കുറേ ചീത്തപ്പേര് കേട്ടിട്ടുണ്ട്, അങ്ങനത്തെ യാതൊരു വെളുപ്പിക്കലും വെള്ള പൂശലൊന്നുമില്ല. അവിഹിതം ഉണ്ടെന്ന് ആൾക്കാർ പറഞ്ഞു, പബ്ലിക്കായി നെക്സ്റ്റ് ഡേ കൂട്ടിക്കൊണ്ടുവന്നു. അവിഹിതം മലയാളത്തിൽ പറഞ്ഞാലും തമിഴിൽ പറഞ്ഞാലും അവിഹിതം എപ്പോഴും അവിഹിതമാണ്. അവിഹിതത്തിന് ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. കാരണം ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്കാണ് എൻ്റെ ലോസ് മൊത്തം സംഭവിച്ചിരിക്കുന്നത്. ഈ പറയുന്ന പോലെ ദിലീപിൻ്റെ ആണെങ്കിലും വിജയൻ്റെ ആണെങ്കിലും ഓപ്പോസിറ്റുള്ളവർക്കാണ് ലോസ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ കുറച്ചും കൂടി ഡീസൻസി ആയി തോന്നുന്നത് വിജയ് തൃശ്യാണ്. അവിഹിതം ഉണ്ടെന്ന് പറഞ്ഞു, ഓൺ ദ വെരി നെക്സ്റ്റ് ഡേ അവർ ഒരു പ്രോഗ്രാം വന്ന് അണ്ണൻ അവിഹിതത്തിനെ കാറ്റിപ്പറത്തി. പക്ഷെ മറ്റേത് എന്താ പറയുക, സ്വന്തം ജീവിതം അവിഹിതം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് വെളുത്തതും ഇല്ല. ആരൊക്കെയോ ജീവിതം കരി തേച്ചു, അവരതിനേക്കാളും വലിയ കരിയിലായി. അപ്പം കുറച്ചും കൂടി ഡീസൻസി ആയി തോന്നുന്നത് വിജയ് തൃശ്യാണ്. ഓക്കെ അല്ലേ? സെറ്റല്ലേ?